ഹായ്, എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് അരിപ്പൊടി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ് ഉണ്ടാക്കുന്നത്. പുളിപ്പിച്ച തേങ്ങാവെള്ളവും ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് ഒരു കള്ളപ്പത്തിൻ്റെ ടേസ്റ്റിലാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. അരി അരച്ച് മാവ് പൊങ്ങാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഈ അപ്പം തേങ്ങാവെള്ളം ചേർത്താണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഫ്രഷ് കള്ള് കിട്ടുമെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷെ എല്ലാവർക്കും അത് കിട്ടില്ല. അപ്പോൾ അതിന് പകരം തേങ്ങാവെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഇന്നലെ എടുത്ത തേങ്ങാവെള്ളമാണ്. ഇന്നലെ രാവിലെ എടുത്തതാണ്. എന്നിട്ട് ഒരു ദിവസം ഫുള്ള് വെറുതെ പുറത്ത് വെച്ചിരുന്നതാണ്. ഇതിനകത്ത് വേറെ ഒന്നും ഇട്ടിട്ടില്ല, ഈസ്റ്റോ അങ്ങനെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. വെറുതെ തേങ്ങാവെള്ളം എടുത്ത് ഒരു ഗ്ലാസ്സിൽ ഇതുപോലെ ഒഴിച്ചിട്ട് പുറത്ത് തന്നെ വെച്ചേക്കാം. കുറച്ച് ചൂടുള്ള സ്ഥലത്ത് തന്നെ വെക്കണം. അപ്പോൾ അടുത്ത ദിവസം ആകുമ്പം കുറച്ചൊന്ന് പുളിച്ചിരിക്കും. അത് ചേർത്താണ് നമ്മൾ അപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ നാട്ടിലല്ല പുറത്തൊക്കെ താമസിക്കുന്നവരാണ്, ഇതുപോലെ ഫ്രഷായിട്ട് തേങ്ങാവെള്ളം കിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. സാധാ വെള്ളം യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അതുപോലെ ചേർത്ത് അപ്പം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിപ്പോൾ ഒരു 3/4 ഗ്ലാസ് തേങ്ങാവെള്ളം ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. നല്ല നേർമയായിട്ട് പൊടിച്ച വറുത്ത അരിപ്പൊടിയാണ് വേണ്ടത്. നമ്മൾ അപ്പത്തിനും ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അത് തന്നെ എടുക്കണം കേട്ടോ. പുട്ടുപൊടി യൂസ് ചെയ്യരുത്. പുട്ടുപൊടിക്ക് നല്ല ഒത്തിരി വലിയ തരിയായിരിക്കും. ഇതുപോലെ ഒട്ടും തരിയില്ലാതെ പൊടിച്ച വറുത്ത അരിപ്പൊടി തന്നെ എടുക്കണം. 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങ, 1/2 കപ്പ് ചോറ്. ചോറിന് പകരം അവൽ വേണമെങ്കിലും എടുക്കാം. ഈ ചോറും തേങ്ങയും അരിപ്പൊടിയും ഒക്കെ കറക്റ്റ് ഒരു 250 ml കപ്പിൽ തന്നെ അളന്നെടുക്കണമെന്നൊന്നുമില്ല. ഞാനിത് എപ്പോഴും പറയാറുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കപ്പോ ഗ്ലാസ്സോ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ എല്ലാ സാധനങ്ങളും അതേ കപ്പിൽ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കണം. അപ്പോഴായിരിക്കും അത് കറക്റ്റായിട്ട് കിട്ടുന്നത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് 2 ചെറിയ ഉള്ളി, ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി ഇതുപോലെ ചെറിയൊരു അല്ലി എടുത്താൽ മതി. അതുപോലെ ചെറിയ ഉള്ളി ആയാലും ചെറിയ 2 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തണം. ഒരു വലിയ അല്ലി വെളുത്തുള്ളി ഒന്നും ഇടരുത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം, നമ്മൾ തോരനൊക്കെ ചേർക്കുന്ന ജീരകവും എടുത്തിട്ടുണ്ട്. ആദ്യം ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ, ചോറ്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം ഇത്ര ഇട്ടിട്ട് നമ്മളെടുത്ത് വെച്ച ആ 3/4 കപ്പ് തേങ്ങാവെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ച് അരച്ചെടുക്കാം. തേങ്ങാവെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. ഈ പരുവത്തിന് വേണം അരച്ചെടുക്കാൻ കേട്ടോ. അതായത് ഒത്തിരി അങ്ങ് സ്മൂത്തായി പോകണ്ട. ചെറുതായിട്ട് ആ തേങ്ങയുടെ തരികൾ കിടക്കുന്നത് നല്ലതാണ്. നമ്മൾ അപ്പം കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ആ തേങ്ങ ചെറിയ തരികൾ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ അരച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച അരിപ്പൊടിയിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കട്ടയൊന്നുമില്ലാതെ അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒത്തിരി ഒരുമിച്ച് ഒഴിക്കരുത് കേട്ടോ. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ദോശമാവിനേക്കാളും ഒരല്പം കൂടി ലൂസായിട്ടുള്ള മാവാണ് വേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് അപ്പത്തിൻ്റെ മാവ് പോലെയൊന്നും അങ്ങ് ഒത്തിരി ലൂസാവാൻ പാടില്ല. ഈ സമയത്തൊക്കെ കൈവച്ച് മിക്സ് ചെയ്യുന്നതാണ് എളുപ്പം. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടകളൊക്കെ നമുക്കങ്ങ് ഉടച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ ഉപയോഗിക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം എത്രയാണ് കറക്റ്റ് വേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ നോക്കി ഒഴിച്ചാൽ മതി. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. കൂടി പോകാതിരിക്കാൻ നോക്കണം, അത്രേ ഉള്ളൂ. ഈ മാവ് നല്ല കട്ടയില്ലാതെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ ബാക്കി വെള്ളം ചേർക്കാം. അപ്പോൾ ഇതിനകത്ത് തേങ്ങ അരച്ചത് ചേർക്കുവാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ പരുവം നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിനകത്ത് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുവാണേ. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് ലൂസായി പോകരുത്. ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിരിക്കണം, അത്രയും മതി. ഇതുപോലെ ആയിരിക്കണം. ഇനി ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 നുള്ള് സോഡാപ്പൊടി. സോഡാപ്പൊടിയുടെ അളവ് കൂടാൻ പാടില്ല. 2 നുള്ള് മാത്രമേ ചേർക്കാവുള്ളൂ. കൂടിപ്പോയി കഴിഞ്ഞാൽ അപ്പത്തിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും. ഇത് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് മാവിലോട്ട് ഒഴിക്കാം. വളരെ കുറച്ച് മതി കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് അതിലൊന്ന് മിക്സ് ചെയ്തിട്ട് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇതിന് പൊങ്ങാനൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു.
അപ്പോൾ അപ്പത്തിനുള്ള മാവ് റെഡിയാണ്. ഞാനൊന്ന് ദോശക്കല്ലിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നോൺ സ്റ്റിക്ക് പാൻ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദോശക്കല്ലാകുമ്പം കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. കള്ളപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ടൊന്ന് എണ്ണ തേക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല, വെറുതെ മാവ് ഒഴിച്ച് ചുട്ടെടുത്താൽ മതി. ഇതിനകത്തേക്ക് ഒത്തിരി മാവ് ഒഴിക്കരുത്. നമ്മളെടുത്ത ആ ഒരു സ്പൂണിൽ 1 സ്പൂൺ മാവ് ഇത്രയും മതി. ഇത് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാവ് വെറുതെ ഇങ്ങനെ ഒഴിച്ചാൽ മതി. മുകളിൽ കുമിളകൾ വരുന്ന സമയത്ത് ഇങ്ങനെ അടച്ചു വയ്ക്കാം. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. ഇത് പാനിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. സാധാരണ അപ്പം പോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ അങ്ങ് ഇളക്കിയെടുക്കാൻ പറ്റും. കണ്ടല്ലോ. ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. അടുത്ത സൈഡും കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. ചെറുതായിട്ടൊന്ന് മൊരിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ അപ്പം റെഡി ആയിട്ടുണ്ട്. 2 സൈഡും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന അപ്പവും ചുട്ടെടുക്കാം. നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കിയതും കൂടി ഞാൻ കാണിക്കാം കേട്ടോ. കണ്ടോ, അപ്പം നല്ല സോഫ്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ആ ദോശക്കല്ലിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അത്ര വ്യത്യാസമേ ഉള്ളൂ. കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അരിപ്പൊടി കൊണ്ടുള്ള കള്ളപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. എളുപ്പമാണല്ലോ, അരി അരച്ച് മാവ് പൊങ്ങാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് നാൾ മുന്നേ ഞാൻ ഇതുപോലൊരു അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, അരിപ്പൊടി കൊണ്ടുള്ള. അതിൻ്റെ വേറൊരു വേരിയേഷനാണ് കേട്ടോ ഇത്. കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ചേർത്ത് കള്ളപ്പത്തിൻ്റെ ടേസ്റ്റിൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നോൺ വെജ് കറിയാണ് ഏറ്റവും നല്ലത്. ചിക്കൻ, മട്ടൻ, ബീഫ് കറി ഏതായാലും നല്ല കോമ്പിനേഷനാണ്. ഞാനിന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്രീൻ പീസ് കറിയാണ് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ റെസിപ്പി ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.